പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരരെ ന്യായീകരിച്ച് പ്രിയങ്കയുടെ ഭർത്താവും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പ്രതിയുമായ റോബർട്ട് വദ്ര. പഹൽഗാം ആക്രമണം പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമെന്നാണ് വദ്രയുടെ പരാമർശം. എപ്പോഴും ഹിന്ദുത്വത്തെ പറ്റി പറഞ്ഞാൽ ന്യൂനപക്ഷം അരക്ഷിതരാകുമെന്നും വദ്ര പ്രതികരിച്ചു. Identities and then killing somebody, that's a message. Also sending a message to the Prime Minister of our country. Why? Because Muslims are feeling weakened. The minorities are feeling weakened. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഒരേ സ്വരത്തിൽ രാജ്യം ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ അപലപിക്കുമ്പോഴാണ് ഭീകരരെ ന്യായീകരിച്ചുകൊണ്ടുള്ള വാക്കുകളുമായി റോബർട്ട് വാദ്ര രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്, പറഞ്ഞത്? KP, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ വലിയ നടുക്കവും അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ വലിയ പ്രതിഷേധവും ഭാരതത്തിലെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ വ്യവസായിയുമായ റോബർട്ട് വാദ്ര ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പഹൽഗാമിൽ നടന്നത് സ്വാഭാവികമായ ഒരു സംഭവമാണ് എന്ന നിലയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. റോബർട്ട് വാദ്ര പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ഹിന്ദുത്വം പറയുകയാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ പറ്റി തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം അരക്ഷിതരാകും. അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പഹൽഗാമിൽ നടന്നത് എന്നാണ് റോബർട്ട് വാദ്രയുടെ ന്യായീകരണം. മാത്രമല്ല, ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഭീകരാക്രമണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സന്ദേശമാണ് എന്നുകൂടി റോബർട്ട് വാദ്ര പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇസ്ലാമിക ഭീകരവാദത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയും അതിനെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്താവന റോബർട്ട് വാദ്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവന കോൺഗ്രസ് നടത്തുന്നു എന്ന വിമർശനം BJP വളരെ കാലഘട്ടങ്ങളായി തന്നെ നടത്തി വരുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണമായാണ് ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ ഈ ഒരു പ്രസ്താവനയെയും വിശേഷിപ്പിക്കപ്പെടുന്നത്. KP, യെസ്, ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.